ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. ഒറ്റപ്പെട്ടൊരു ജീവിതം അസാധ്യം. ഒരേ ശൃംഖലയിലെ കണ്ണികളാണ് നമ്മൾ. മറ്റുള്ളവർ അവരുടെ സ്വഭാവം മാറ്റണ്ടേ എന്നിട്ട് ഞാൻ മാറാം എന്ന് ചിന്തിക്കരുത്. ആദ്യം നമ്മൾ തന്നെ മാറണം. അതിലൂടെ സമൂഹത്തിൽ ഒട്ടേറെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. വനാതിർത്തിയോട് ചേർന്ന് ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ വഴിവിളക്കുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇത് കാരണം രാത്രികാലങ്ങളിൽ അവിടെ കൊള്ളകൾ വർദ്ധിച്ചു. ജനജീവിതം ആകെ അസ്വസ്ഥമായി. നാട്ടിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ നാട്ടുകാർ അധികാരികളോട് ആവശ്യപ്പെട്ടു. നിവേദനങ്ങൾ അനേകം നൽകി. എന്നാൽ ഗ്രാമീണരുടെ ആവശ്യം മാത്രം നടന്നില്ല. ഇരുട്ടിന്റെ മറവിൽ കുറ്റകൃത്യങ്ങൾ യഥേഷ്ടം നടന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അവിടെ താമസിക്കുന്ന ആളിന് തോന്നി തൻ്റെ വീടിന് മുന്നിൽ ഒരു റാന്തൽ കത്തിച്ചു വയ്ക്കാൻ എന്ന്. ആ പ്രകാശം കുറച്ചു പേർക്കെങ്കിലും ആശ്വാസമാകുമല്ലോ എന്ന് വിചാരിച്ച് അയാൾ റാന്തൽ കത്തിച്ചു വെച്ചു. ഇത് കണ്ടപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്ക് നല്ല ഭംഗിയുള്ളതായി തോന്നി. അയാളും ഒരു റാന്തൽ കത്തിച്ച് വീടിന് മുന്നിൽ വെച്ചു. ഇത് കണ്ട് അടുത്ത വീട്ടുകാരും അതുതന്നെ ചെയ്തു. അങ്ങനെ എല്ലാ വീട്ടുകാരും വീടിന് മുന്നിൽ റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ചു. അതോടെ ഗ്രാമത്തിൽ രാത്രികാലങ്ങളിൽ പ്രകാശം പരന്നു. കൊള്ളയും മറ്റ് അരുതായ്മകളും അതോടെ കുറഞ്ഞു. ഒരാളിൽ നിന്ന് ആരംഭിച്ച സത്പ്രവൃത്തിയാണ് നാട് മുഴുവൻ ഏറ്റെടുത്തത്. അതുകൊണ്ട് മറ്റുള്ളവർ മാറാനായി നമ്മൾ കാത്തിരിക്കേണ്ട. ആദ്യം നമുക്ക് തന്നെ മാറാം. ഇനി ശ്രീ കാവാലം ശ്രീകുമാരന്റെ രാമായണ പാരായണം കേൾക്കാം. കാരണമെന്തൊന്നു താതദുഃഖത്തിനു നേരെ പറവിൻ അറിഞ്ഞവർ എന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താതദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കിൽ എളുതിനി താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ. ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. ഇനി രാമായണ ദർശനം കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമൻ വന്ന് നമിച്ചത് കണ്ട് രാമാന്ന് വിളിച്ച് പുത്രനെ ആലിംഗനം ചെയ്യാൻ മുന്നോട്ടാഞ്ഞു ദശരഥൻ. ബോധരഹിതനായി വീണു. ദശരഥനെ എടുത്ത് മടിയിൽ കിടത്തി രാമൻ. ഈ സമയത്ത് എല്ലാവരും പൊട്ടിക്കരഞ്ഞു. ആ ശബ്ദങ്ങൾ കേട്ട് വസിഷ്ഠനും എത്തിച്ചേർന്നു.
ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. രാമനൊന്നും മനസ്സിലാക്കുന്നില്ല. എന്താണ് അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം? അറിഞ്ഞവരാരാണെങ്കിലും പറയൂ എന്ന് ശ്രീരാമൻ അവിടെ പറഞ്ഞു. ആ സമയത്ത് കൈകേയി പറയുകയാണ്, കാരണം താത ദുഃഖത്തിനു നീ തന്നെ, പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണം. ചേതസി നീ നിരൂപിക്കിലെളുതിനി താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നൈവരും. സത്യവാദിശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു. ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. എന്താണ് അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് ചോദിച്ച ശ്രീരാമനോട് കൈകേയി പറയുകയാണ്, താത ദുഃഖത്തിന് നീ തന്നെ കാരണം. നീയാണ് അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ആ ദുഃഖം മാറ്റേണ്ടത് നീയാണ് എന്നർത്ഥം. പാരിൽ, ഈ ഭൂമിയിൽ, സുഖം ദുഃഖമൂലമല്ലോ നൃണാം. സുഖം ദുഃഖം മൂലമല്ലോ. ദുഃഖം കാരണം. ദുഃഖത്തെ നീക്കുമ്പോൾ അത് സുഖം. അഥവാ സുഖം എന്നുള്ളത് ദുഃഖകാരണം. താത്പര്യം സുഖവും ദുഃഖവും ഒന്നിൻ്റെ തന്നെ ഇരുഭാവങ്ങളാണ്. മക്കളിലുള്ള പ്രീതി, തദ്ഹേതുവായിട്ടുള്ള സുഖം, അത് തീർച്ചയായിട്ടും ദുഃഖത്തിനും കാരണമാകും. അപ്പോൾ ദുഃഖകാരണം ആകുന്നു സുഖം. പുത്രരിലുള്ള ആസ്ഥയും പ്രീതിയും എല്ലാം ദുഃഖത്തിന് കാരണമാകുന്നു. നിന്നെ രാജാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവനും സുഖദായകനും നീയാണ്. പക്ഷെ ആ നീയാണ് ഇപ്പോൾ രാജാവിൻ്റെ ദുഃഖത്തിന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ചേതസി നീ നിരൂപിക്കിൽ എളുതിനി താതന് ദുഃഖനിവൃത്തി വരുത്തുവാൻ. ഇത് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുതായിട്ട്, വളരെ അനായാസേന, നിഷ്പ്രയാസം നിനക്ക് അച്ഛൻ്റെ ദുഃഖം ഇല്ലാതാക്കാം. നീ വിചാരിച്ചാൽ മാത്രമേ അച്ഛൻ്റെ ദുഃഖം ഇല്ലാതാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഭർത്തൃദുഃഖോപശാന്തിക്ക് കിഞ്ചിത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. അച്ഛൻ്റെ, നമ്മുടെ എല്ലാം നാഥനായ, അവിടെ ഭർത്തൃ ശബ്ദം കൊണ്ട് നാഥൻ എന്നർത്ഥമെടുക്കണം. അപ്പം നമ്മുടെ നാഥനായ രാജാവ്, ആ രാജാവിൻ്റെ ദുഃഖത്തിന് ഉപശാന്തി ഉണ്ടാക്കാൻ അല്പം ചില കർത്തവ്യം നീ ചെയ്യേണ്ടതായിട്ട് വരും. എന്താണെന്ന് വെളിവാക്കുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേൾക്കുന്ന ആൾക്ക്. പ്രത്യേകിച്ച് പിതൃദുഃഖത്തിന് കാരണം താനെന്ന് പറയുന്ന വാക്യം ശ്രീരാമൻ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഇതാണ് കൈകേയി പ്രയോഗിക്കുന്ന വാക്കുശലത. ഇവിടെ എഴുത്തച്ഛൻ്റെ വർണ്ണനാവിശേഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇത് മൂലത്തെ അനുസരിച്ച് തന്നെയാണ്. മൂലം എന്നതുകൊണ്ട് അധ്യാത്മരാമായണത്തെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സത്യവാദികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ നിൻ്റെ അച്ഛനെ, ദശരഥ മഹാരാജാവിനെ നീ സത്യപ്രതിജ്ഞനാക്കണം. ചെയ്ത പ്രതിജ്ഞ സത്യപ്പെടുത്തുന്നവനാക്കി നീ തീർക്കണം. അതാണ് ഇപ്പോൾ ചിത്തഹിതം നൃപേന്ദ്രന്. അതാണ് രാജാവിന് ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ അതാണ് രാജാവിൻ്റെ മനസ്സിന് ഹിതമായിട്ടുള്ളത് എന്ന് ശ്രീരാമനോട് പറയുകയാണ് കൈകേയി. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതും നീയല്ലോ. മക്കളിൽ വെച്ച് ജ്യേഷ്ഠപുത്രൻ നീയാണല്ലോ. അതുകൊണ്ട് നിൻ്റെ കർത്തവ്യമാണ് അച്ഛൻ്റെ ദുഃഖം ഇല്ലാതാക്കൽ. അച്ഛന് ദുഃഖം ഇല്ലാതാക്കുന്നതിന് ആദ്യം ഉത്സാഹിക്കേണ്ടത് മൂത്ത മകനായ നീ തന്നെയാണ്. 2 വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനറിക നീ. ഇവിടെയൊക്കെ വസ്തുതകളുടെ പകുതിയാണ് കൈകേയി വെളിപ്പെടുത്തുന്നത്. അങ്ങനെ പകുതി വസ്തുതകളെ വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി കേൾക്കുന്ന ആളിൽ ജിജ്ഞാസയുണ്ടാവും. എന്താണ് നിർണയമെന്ന് മനസ്സിലാവുകയുമില്ല. ഇങ്ങനെ
ഒരേ സമയം വ്യാകുലപ്പെടുത്തുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്യുന്ന ഭാഷയാണ് കൈകേയി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മൂത്ത മകനായ നിൻ്റെ കർത്തവ്യമാണ് അച്ഛൻ്റെ ദുഃഖം മാറ്റൽ. മുമ്പ് അച്ഛൻ എനിക്ക് 2 വരങ്ങൾ തന്നിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചു. വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ അത് തരികയും ചെയ്തു. എന്നാൽ അത് നിർവഹിക്കേണ്ടത്, നടത്തി തരേണ്ടത് നീയാണ്, അച്ഛനല്ല. അച്ഛൻ തന്ന സത്യത്തെ, സത്യവാക്യത്തെ സത്യപ്പെടുത്തേണ്ടത് നീയാണ്. നിന്നാലെ സാധ്യമായുള്ളൂ എന്ന് നീ വിചാരിച്ചാലേ അത് സാധ്യമാകും. അങ്ങനെയുള്ളതാണ് അച്ഛൻ ചെയ്ത സത്യം. അതുകൊണ്ട് നിനക്കധീനമാണ് അച്ഛൻ്റെ സത്യപ്രതിജ്ഞത്വം. പക്ഷേ അതെന്തെന്ന് നിന്നോട് പറയാൻ അച്ഛൻ ലജ്ജിച്ചിരിക്കുകയാണ്, നാണിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, നിന്നോട് പറയാൻ സാധിക്കാതെ ദുഃഖിച്ചിരിക്കുകയാണ്. അതാണ് ഖിന്നനായി വന്നിരു താതൻ അറിയുക. നീ അത്യന്തം ദുഃഖിതനായി തീർന്നു അച്ഛനെന്നും നീ മനസ്സിലാക്കൂ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. അച്ഛനിപ്പോൾ സത്യമാകുന്ന കയറുകൊണ്ട് കെട്ടപ്പെട്ടവനാണ്. സത്യമാകുന്ന കയറുകൊണ്ട് കെട്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആദ്യം നൽകിയ 2 വരങ്ങൾ അവ വർത്തമാനത്തിൽ കൈകേയി ചോദിച്ചു. അതിനു മുമ്പ് തന്നെ എന്തു ചോദിച്ചാലും തരാമെന്ന് വീണ്ടും പറഞ്ഞു ദശരഥൻ. ഇപ്പോൾ മുമ്പ് കൊടുത്ത 2 വരം എന്ത് ചോദിച്ചാലും തരാമെന്ന് ഇപ്പോൾ പറഞ്ഞത്, ഇതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് 2 വരങ്ങൾ കൈകേയി ചോദിക്കുന്നത്. അതുകൊണ്ടത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ദശരഥൻ, സത്യബദ്ധനാണ്. അങ്ങനെ സത്യബദ്ധനായിരിക്കുന്ന, സത്യത്താൽ കെട്ടപ്പെട്ടിരിക്കുന്ന അച്ഛനെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട് എന്ന് രാമനോട് പറയുന്നു കൈകേയി. തുടർന്നുള്ള സംഭാഷണം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഒരേ സമയം വ്യാകുലപ്പെടുത്തുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് ദശരഥന്റെ അവസ്ഥ ശ്രീരാമനോട് പറയുകയാണ് കൈകേയി. തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മത്തിലേക്ക്. മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെന്ന് മുൻധാരണ പാടില്ല. അവർ ആദരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും പാടില്ല. ആദ്യം അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് സ്വീകരിക്കുക. നമ്മുടെ സ്നേഹം എങ്ങനെ നിഷ്കാമമാക്കാം എന്നതിനെക്കുറിച്ചാണ് ബ്രഹ്മചാരിണി അമൃത ചൈതന്യ ഇന്ന് സനാതനധർമ്മത്തിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഓം അമൃതേശ്വരിയേ നമഃ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാമെന്ന് അമ്മ പറയാറുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. അതിലൂടെ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. മറ്റുള്ളവരുമായുള്ള പരസ്പര വ്യവഹാരത്തിൽ നിന്നും ഒരു നല്ല മനുഷ്യനാകേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ചിന്തിക്കുന്നു എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, ആദരിക്കണമെന്ന്. നമ്മുടെ പ്രയത്നത്തെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന്. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണമെന്നും അവർ നമ്മെ മനസ്സിലാക്കണമെന്നും ആഗ്രഹിക്കുന്നു. അങ്ങനെയിരിക്കെ നമ്മളോട് ആരെങ്കിലും കുറച്ച് സ്നേഹവും അനുകമ്പയും കാട്ടുന്നു എന്നിരിക്കട്ടെ. അവരിൽ നിന്നും ലഭിച്ച ആ നല്ല അനുഭവത്തിൽ നിന്നും നമുക്ക് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാനാകും. മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറാൻ അത് നമുക്ക് ഒരു പ്രചോദനമാകുമല്ലോ. എന്നാൽ നല്ല അനുഭവങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലും നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളുണ്ട്. അമ്മ പറയാറുണ്ടല്ലോ, മക്കളെ, ജീവിതത്തിലെ ഓരോ അനുഭവത്തിന് പുറകിലും, അത് നല്ലതായാലും ചീത്തയായാലും, ഒരു ഈശ്വര സന്ദേശം മറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു നല്ല കൂട്ടുകാരി ഉണ്ടായിരുന്നു. എന്നെ ഒരു നല്ല സ്നേഹിതയാകാൻ പഠിപ്പിച്ചത് അവളാണ്. ഞാൻ അതുവരെ ചിന്തിക്കപ്പോലും ചെയ്യാത്ത പല നല്ല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചത് അവളാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ എൻ്റെ കൂട്ടുകാരി എന്നെ പഠിപ്പിച്ചു. അവരുടെ ജന്മദിനം ഓർത്തു ആശംസകൾ അയക്കുവാനും അതിലൂടെ എൻ്റെ സ്നേഹം അവരെ അറിയിക്കുവാനും ഞാൻ പഠിച്ചു. ഒരു യാത്ര പോയി തിരിച്ചു വരുമ്പോൾ ചെറുതാണെങ്കിലും കൂട്ടുകാർക്കായി ഒരു സ്നേഹ സമ്മാനം കൊണ്ടുവരാനും അവളിൽ നിന്നും ഞാൻ പഠിച്ചു. പക്ഷേ പിന്നീട് അവൾ പുതിയ ഒരു ഫ്രണ്ട്സ് സർക്കിളിലായിപ്പോയി. എന്നോടൊപ്പം സമയം പങ്കിടാൻ അവൾക്ക് താല്പര്യമില്ലാതെയായി.
അവൾ എന്നെ ശ്രദ്ധിക്കാതെയായി. എൻ്റെ ജന്മദിനം അവൾ മറന്നു. അതുവരെ അവളുടെ ബർത്ത്ഡേ കാർഡ് അയക്കാൻ ഞാൻ കുറച്ച് വൈകിയാൽ പോലും അവൾക്ക് വല്ലാതെ വിഷമമാകുമായിരുന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് അവൾക്ക് എന്നോട് തോന്നിയ ചങ്ങാത്തം നിന്നുപോയി. ആദ്യമെല്ലാം എനിക്കിതിൽ വലിയ വിഷമം തോന്നി. അവൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മാറ്റിയെടുത്തു. ഞാൻ ചിന്തിച്ചു, അവൾ ഒരു നല്ല കൂട്ടുകാരി അല്ലായിരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ആകരുത്. ഞാൻ എങ്ങനെ ഒരു നല്ല സുഹൃത്താകണമെന്നുള്ള പാഠമാണ് ഞാൻ ഈ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും പഠിക്കേണ്ടത്. എൻ്റെ ശ്രദ്ധ ഇങ്ങനെ മാറിയതോടെ അവൾ എന്നോട് എന്തോ അന്യായം കാണിച്ചു എന്ന എൻ്റെ മനോഭാവം എല്ലാം മാറി. എൻ്റെ മനസ്സിന് ശക്തി കിട്ടി. ഞാൻ ചിന്തിച്ചു, ഒരു നല്ല സുഹൃത്ത് എങ്ങനെയായിരിക്കണം? എനിക്ക് അവളോടുള്ള പരിഭവം മാറി. അവൾ എന്നെ മറന്നോട്ടെ, പക്ഷേ ഞാൻ എപ്പോഴും ഒരു നല്ല സുഹൃത്തായി തന്നെ ഇരിക്കും. യഥാർത്ഥത്തിൽ ഒരു നല്ല സുഹൃത്ത് എങ്ങനെയായിരിക്കണമെന്ന് അവൾ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആദ്യം അവളുടെ കാരുണ്യവും കരുതലും വഴി, എന്നാൽ അതിലും കൂടുതൽ പിന്നീടുള്ള അവളുടെ അവഗണന വഴി. എൻ്റെ ആ കൂട്ടുകാരിയുടെ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ എങ്ങനെ ആകരുതെന്നും എനിക്ക് മനസ്സിലായി. മഹാഭാരതത്തിലെ ശാന്തി പർവത്തിൽ ഒരു ശ്ലോകമുണ്ട്. യദന്യൈർവിഹിതം ന ഇച്ഛേത് ആത്മന കർമ്മപൂരുഷഃ തതത്പരേഷു കുർവീത ജാനൻ അപ്രിയമാത്മനഃ. മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്നത് നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരോടും ചെയ്യരുത്. തനിക്ക് സന്തോഷം ലഭിക്കാത്ത പെരുമാറ്റം മറ്റുള്ളവർക്കും സന്തോഷം നൽകുകയില്ലെന്ന് നമ്മൾ അറിയണം. അന്നു മുതൽ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ ഞാൻ അതിൽ നിന്നും ഒരു പാഠം പഠിക്കാൻ ശ്രമിക്കും. അതേ രീതിയിൽ ഞാൻ ആരെയും വേദനിപ്പിക്കാതെ നോക്കും. ഒരു നല്ല കാര്യം ചെയ്തതിന് നമ്മെ അംഗീകരിക്കാൻ ആരുമില്ലെങ്കിലും നാം മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുവാൻ പഠിക്കണം. നമ്മുടെ മനോഭാവത്തിനോട് നീതി പുലർത്തി നാം പ്രവർത്തിക്കണം. നമ്മുടെ മൂല്യങ്ങളോട് സത്യസന്ധത പുലർത്തണം. അതിൽ നിന്നും നമുക്ക് മനഃശക്തി നേടാൻ സാധിക്കും. അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കാരണം സത്യസന്ധമായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നമുക്ക് നൽകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാകും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരിൽ ഒരു പ്രതികരണം ഉളവാക്കും. നാം എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് മാത്രമായി ഒരു ലോകമില്ല. മറ്റുള്ളവരുടെ കർമ്മങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങൾക്കും വാക്കുകൾക്കും മറ്റുള്ളവരെയും സ്വാധീനിക്കാനാകും. നമ്മുടെ ഒരു കടുത്ത വാക്കോ മുഖം തിരികലോ തീർച്ചയായും മറ്റുള്ളവരെ വേദനിപ്പിക്കും. അതുപോലെ നമ്മുടെ ഓരോ പുഞ്ചിരിയും കാരുണ്യത്തോടെയുള്ള ഓരോ പ്രവൃത്തിയും അന്യൻ്റെ ജീവിതത്തിൽ പ്രകാശം പരത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ യൂറോപ്പിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അവളുടെ വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. എൻ്റെ ഭാഗത്ത് നിന്നൊരു ചെറിയ കാര്യമായിരുന്നത്. കുറച്ച് നിമിഷങ്ങളെ അതിനു വേണ്ടി വന്നുള്ളൂ. എന്നാൽ അടുത്ത ദിവസം അതിനെങ്ങനെ ഒരു മറുപടി വന്നു. അമൃത, നിന്റെ മെസ്സേജ് എനിക്ക് എത്ര സന്തോഷം നൽകിയെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാവില്ല. 20 വർഷം മുമ്പ് നടന്നൊരു സംഭവം എൻ്റെ ഒരു ചേച്ചി ഇപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ മകൻ സുഖമില്ലാതെ കിടന്നിരുന്ന ഹോസ്പിറ്റലിൽ ഒരു ഫുഡ് കൗണ്ടർ ഉണ്ടായിരുന്നു. വിഷമിച്ച് നിന്നിരുന്ന അവരെ നോക്കി കൗണ്ടറിലെ സ്ത്രീ കാരുണ്യത്തോടെ പുഞ്ചിരിച്ചു. വിഷമിക്കരുത്, എല്ലാം ശരിയാകും എന്നായിരുന്നു ആ പുഞ്ചിരിയുടെ ധ്വനി. ഇപ്പോഴും ആ പുഞ്ചിരി അവരുടെ മനസ്സിൽ മായാതെ മങ്ങാതെ കിടക്കുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ നമ്മുടെ ഹൃദയം തെളിയണം. അതിനായി നമ്മൾ ഒരു നിശ്ചയമെടുക്കണം. പലപ്പോഴും ചെറുതെന്ന് തോന്നുന്ന പ്രവൃത്തിയുടെ ഫലം നാം പ്രതീക്ഷിക്കുന്നതിലും വളരെ വലുതാകും. ഈ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ അമ്മയെ മാത്രമാണ് തങ്ങളുടെ ആധ്യാത്മിക ഗുരുവും അഭയവുമായി കാണുന്നത്. എന്നാൽ അമ്മ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: മക്കളെ, ഈ സൃഷ്ടി മുഴുവൻ അമ്മയുടെ ഗുരുവാണ്. മരങ്ങൾ, പൂക്കൾ, നദികൾ, ഈ ഭൂമി, ഇവിടുത്തെ ഓരോ ജീവികൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, കുഞ്ഞു എറുമ്പുകൾ, ഇവരിൽ നിന്നെല്ലാം അമ്മ പാഠങ്ങൾ പഠിച്ചു. ഇതുപോലെ നമ്മുടെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള പക്വത നമുക്കുണ്ടാകണം. അങ്ങനെ നല്ല മനുഷ്യരായി തീരാൻ നമുക്ക് കഴിയട്ടെ. ഓം അമൃതേശ്വരിയേ നമഃ. ജീവിതത്തിലെ ഓരോ അനുഭവത്തിലും അത് സന്തോഷം പകരുന്നതോ ദുഃഖിപ്പിക്കുന്നതോ ആകട്ടെ, അതിൽ ഈശ്വരൻ്റെ സന്ദേശമുണ്ടാകും.
ആ സന്ദേശം മനസ്സിലാക്കിയാൽ മുന്നോട്ടുള്ള യാത്ര സുഖകരമായിരിക്കും എന്ന അനുഭവമാണ് ബ്രഹ്മചാരിണി അമൃത ചൈതന്യ നമ്മളോട് പങ്കുവച്ചത്. തുടർന്ന് ദീപാരാധനയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക്. ക്ഷേത്ര ദർശന സമയത്ത് ഒരു നിമിഷം ഭക്തിപൂർവ്വം കണ്ണടച്ചു നിൽക്കുമ്പോൾ ഉള്ളിൽ നിറയുന്ന ശാന്തി തുടർന്നും ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടാകണം. അപ്പോൾ ശാന്തി എവിടെ നിന്ന് ലഭിച്ചു എന്നന്വേഷിക്കും. അത് ഏതെങ്കിലും ഭൗതികമായ ആഗ്രഹം നിറവേറ്റിയതിലുള്ള ശാന്തിയല്ല, ഇഷ്ടമൂർത്തിയുടെ രൂപം ദർശിച്ച് മനസ്സ് മറ്റു ചിന്തകളിൽ നിന്ന് മുക്തമായപ്പോൾ ലഭിച്ച ശാന്തിയാണ്. അതാണ് യഥാർത്ഥ ശാന്തി. ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.